ഫെബ്രുവരി 21 വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് പൗരത്വം നിർണയിക്കുന്നതിന് ജാതിമത അടിസ്ഥാനത്തിൽ നിലപാടുകൾ സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമായി. അതിൻ്റെ ഭാഗമാണ് പൗരത്വ നിയമത്തിൻ്റെ ആവിർഭാവം. ഈ സ്ഥിതി വന്നപ്പോൾ ഇന്ത്യക്കകത്ത് അതിശക്തമായ ബഹുജന പ്രതിഷേധം ഉയർന്നു വരികയുണ്ടായി. പൗരത്വം നിർണയിക്കേണ്ടത് ഇന്ത്യയിൽ ജനിച്ചു വളർന്നവരാണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ജാതിയോ മതമോ നോക്കിയിട്ടല്ല പൗരത്വം നിർണയിക്കേണ്ടത്. ഈ നിലപാട് രാജ്യത്ത് ശക്തമായി ഉയർന്നു വരികയുണ്ടായി. ഇന്ത്യ ഗവൺമെൻറ് പ്രതീക്ഷിച്ച രീതിയിൽ നിലപാടുകൾ എടുത്തില്ല. അത്തരമൊരു സന്ദർഭത്തിലാണ് വോട്ടർ പട്ടികയുടെ അതിതീവ്ര പരിശോധന SIR രംഗത്ത് വരുന്നത്. ബീഹാറിൽ ഇവർ നടപ്പിലാക്കി. ബീഹാറിൽ വോട്ടർ പട്ടികയുടെ പരിശോധനയുടെ ഭാഗമായി ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിച്ച നടപടികൾ അർഹരായ വോട്ടർമാരെ നിഷേധിക്കാനും അനർഹരായ വോട്ടർമാരെ തള്ളിക്കയറ്റുന്നതിനും ഇടവരുത്തുന്ന നിലയിലാണ്. ഈ നിലപാടിന്റെ ഭാഗമായി വോട്ടർ പട്ടികയിൽ പേര് വരാൻ അർഹതയുള്ള, വോട്ടറാകാൻ അർഹതയുള്ള ലക്ഷക്കണക്കിന് വോട്ടർമാർ പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു. ഈ സന്ദർഭത്തിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെയും സർക്കാരിൻ്റെയും മുമ്പാകെയും ഒരു പ്രധാന പ്രശ്നം കൊണ്ടുവരാൻ ശ്രമിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുമ്പോൾ അർഹരായ മുഴുവൻ ആളുകൾക്കും വോട്ട് പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് അവസരമുണ്ടാകണം. കേരളത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി വന്നപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു കാര്യം മുന്നോട്ട് വെച്ചു. ബീഹാർ മോഡൽ പരിഷ്കരണമാണ് നടത്തുന്നതെങ്കിൽ അത്തരം പരിഷ്കരണത്തെ ഒരു കാരണവശാലും കേരളത്തിൽ അനുവദിക്കില്ല. അർഹരായ മുഴുവൻ വോട്ടർമാരെയും പട്ടികയിൽ ഉൾപ്പെടുത്താത്ത ഒരു നിലപാടിനെയും കേരളത്തിൽ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബഹുജന പ്രസ്ഥാനങ്ങളും ഇത്തരമൊരു പ്രശ്നം മുന്നോട്ട് വെച്ചു. പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരം കടുത്ത നടപടിയുമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, 2002 അടിസ്ഥാനമായി എടുത്തുകൊണ്ടാണ് വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിനുള്ള നിലപാടുകൾ എടുക്കുന്നത്. ഇതിനകം നിരവധി തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലെല്ലാം കേരളത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനമായി 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കേരളത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ പരിഷ്കരിച്ച പട്ടികയിൽ ഏതെങ്കിലും പേര് അനർഹരായി ഉൾപ്പെട്ടിട്ടുണ്ടോ? അത് പരിശോധന നടത്തുന്നതിൽ ആർക്കും എതിർപ്പില്ല. അർഹരായ വോട്ടർമാരെ പൂർണ്ണമായും ഇതിൽ ഉൾപ്പെടുത്തണം. ആ നിലപാടിനോട് എല്ലാവർക്കും യോജിപ്പാണ്. ഇതൊന്നും പരിഗണിക്കാതെ ഇപ്പോൾ നടത്തുന്ന പരിഷ്കരണത്തിന്റെ ഭാഗമായി ഇവിടെ യഥാർത്ഥ വോട്ടർമാർ പുറന്തള്ളപ്പെടുന്നു. ഒരു തരത്തിലും ഇവിടെ വോട്ടറാകാൻ അർഹതയില്ലാത്ത ചിലർ, എവിടെയാണെന്ന് പോലും വ്യക്തത വരുത്താൻ കഴിയാത്തവർ, അത്തരം ആളുകൾ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയിരിക്കുന്നു. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്?
ഇവിടെ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്. അവർ വോട്ടവകാശമുള്ളവരായി മാറുന്നതിന് ആർക്കും എതിർപ്പുണ്ടാവില്ല. എന്നാൽ ഇവിടെ ജോലി ചെയ്യാത്തവർ, ഇവിടെ താമസിക്കാത്തവർ, മറ്റെങ്ങോ താമസിക്കുന്നവർ, മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ, അതിന്റെ പേരിൽ നിരവധി വോട്ടർമാർ നമ്മുടെ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയിരിക്കുന്നു. ഇത് അപകടകരമായ പ്രവണതയാണ്. അർഹതയില്ലാത്തവർ ഒരു കാരണവശാലും കേരളത്തിലെ വോട്ടർ പട്ടികയിൽ വരാൻ പാടില്ലാത്തതാണ്. എന്നാൽ അർഹതയില്ലാത്തവരെ നിറയ്ക്കുന്ന നിലപാട് ഈ പരിഷ്കരണത്തിന്റെ ഭാഗമായി സ്വീകരിക്കുന്നു. ഇവിടെ ഫെബ്രുവരി 21-ാം തീയതി ഈ പട്ടിക പുറത്തിറക്കുമ്പോൾ, അവസാന പട്ടിക പുറത്തിറക്കുമ്പോൾ ഇതുപോലുള്ള അപാകതകൾ നിറഞ്ഞ ഒരു പട്ടികയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെട്ടിരിക്കുന്നത്, 21-ാം തീയതി ഈ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ ഈ പട്ടികയിലെ അപാകതകൾ പരിഹരിക്കാൻ, അനർഹരായവരെ നീക്കം ചെയ്യാൻ, പട്ടികയിൽ തിരുത്തൽ വരുത്താൻ, അർഹരായവരെ ചേർക്കാൻ ഇതിനെല്ലാമുള്ള അവസരമുണ്ട്, ഉണ്ടാകണം. എവിടെ എന്തെല്ലാം പരാതികളാണുള്ളത്, ആരെയാണ് ഒഴിവാക്കുന്നത്, എവിടെ നിന്നാണ് ഇവർ വരുന്നത്, ഇത് സംബന്ധിച്ചുള്ള പട്ടിക കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്ന നിലയിൽ മുൻകൂട്ടി പ്രസിദ്ധീകരിക്കണം. അതൊന്നും ചെയ്യാതെ നേരെ പരിഷ്കരണ നടപടികളിലേക്ക് പോകുന്നത് അർഹരായ വോട്ടർമാരുടെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് തന്നെയാണ്. ഇത് പരിശോധിക്കുന്നതിന് ആവശ്യമായത്ര സമയം കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ലഭിക്കണം. ഒരു 2 ആഴ്ചയെങ്കിലും സമയം ഈ അപാകതകൾ കണ്ടെത്തി പരാതി സമർപ്പിക്കുന്നതിന് ലഭ്യമാകേണ്ടതുണ്ട്. ഈ പ്രശ്നമാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസുകൾക്ക് മുമ്പിലേക്ക് നടത്തുന്ന മാർച്ചിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉന്നയിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉന്നയിക്കുന്ന ഈ ആവശ്യം പരിഗണിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർക്കുന്ന യോഗങ്ങളിൽ ഈ പ്രശ്നങ്ങളെല്ലാം നിരന്തരമായി ഉന്നയിച്ചു വരുന്ന ഒരാളാണ് CPM-ന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ സഖാവ് MP ജയരാജൻ. അദ്ദേഹം ഓരോ ഘട്ടത്തിലും ഉന്നയിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിച്ച് പരിഹാരത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തുനിന്ന് ഉയർത്തുന്ന അത്തരം ആവശ്യങ്ങളും പ്രശ്നങ്ങളും പരിഗണിക്കപ്പെടാത്ത നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് നാം കണക്കാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അർഹരായ വോട്ടർമാരെ പൂർണ്ണമായും ഉൾപ്പെടുത്തുന്നതിനും ഒരു ശരിയായ വോട്ടർ പട്ടിക ഈ നാടിന് ആവശ്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നേരത്തെ സഖാവ് രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലേക്ക് പോകേണ്ടത്. ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസുകൾക്ക് മുമ്പിലേക്ക് മാർച്ച് ചെയ്ത് ഈ ആവശ്യം ശക്തമായി ഉന്നയിക്കുന്നു. ഇലക്ഷൻ കമ്മീഷനും കേന്ദ്ര ഗവൺമെന്റും ഈ കാര്യങ്ങൾ പരിഗണിച്ച് ന്യായമായ പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം എന്ന ആവശ്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിശക്തമായി ഉന്നയിക്കുന്നത്. ഈ സമരത്തിൽ പങ്കെടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെ ആകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. ഈ സമരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുന്നു. അഭിവാദനങ്ങൾ.